പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കളിതാ ഈ സന്ധ്യയുടെ യാമത്തിൽ അങ്ങയുടെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് കടന്നു വരണമേ. ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ട് നിൽക്കുന്ന നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് വഴി കാട്ടണമേ. തകർന്നു പോകുവാൻ അനുവദിക്കരുതേ, തകർക്കപ്പെടുവാൻ വിട്ടുകൊടുക്കരുതേ. ആരുടെയും മുമ്പിൽ പരിഹാസപാത്രമായി നിൽക്കുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. കർത്താവെ, ഞങ്ങളോട് കരുണയായിരിക്കണമേ, ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്കായി ഈശോടങ്ങ് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ. ഈശോയെ, ജീവിതത്തിലെ ഓരോ പ്രയാസങ്ങളും ദുഃഖങ്ങളും അങ്ങ് അറിയുന്നുണ്ടല്ലോ. ജീവിതത്തിലെ ഓരോ ദുഃഖങ്ങളും കണ്ണുനീരും അങ്ങ് തുടയ്ക്കുന്നവനാണല്ലോ. ഈശോയെ, ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കടന്നു വരണമേ. ഈശോനാഥ, തൊഴിലില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജോലി കൊടുത്ത ആ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അവർ പഠിച്ച വിദ്യയ്ക്ക് അനുസരിച്ചുള്ള നല്ല ജോലി കൊടുത്ത് നല്ലൊരു സ്ഥാനത്ത് അവരെ ഇരുത്തണമേ. അമ്മേ മാതാവേ, പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓരോ മക്കളുടെയും പ്രയാസങ്ങളും ദുഃഖങ്ങളും അവരുടെ ടെൻഷനുകളും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മ കാവലായി കൂടെ നിന്ന് ആ മക്കളെ എല്ലാവരെയും സംരക്ഷിച്ച് വഴി നടത്തണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, വിദേശത്തേക്ക് പോകുന്ന മക്കളെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ ആഗ്രഹിക്കുന്ന ദേശത്ത് എത്തുവാൻ തക്കവിധമുള്ള എല്ലാ വാതിലുകളും തുറക്കണമേ. തടസ്സമായി നിൽക്കുന്ന തടസ്സ മേഖലകളെ എടുത്തു മാറ്റണമേ. കരുണയുടെ നിറകുടമായ പരിശുദ്ധയമ്മേ, ഭാരപ്പെട്ട് ഞങ്ങൾ ഇരുന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളോട് കനവ് തോന്നി മനസ്സലിവ് തോന്നി ഞങ്ങളെ സഹായിക്കണമേ. അമ്മേ മാതാവേ, മദ്യപാനികളായ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എത്രയോ മക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. ഒരു നേരം പോലും സ്വസ്ഥതയെ സമാധാനമില്ലാതെ കഴിയുന്ന മക്കളുണ്ട്. ഒരുമയോടിരുന്നത് പ്രാർത്ഥിക്കാൻ പോലും കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളുണ്ട്. അമ്മേ മാതാവേ, ആ മക്കളെ എല്ലാവരെയും ഏറ്റെടുക്കണമേ. ആ മക്കളുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്കൊന്ന് കടന്നു ചെല്ലണമേ. ആകുലതകളിലേക്കൊന്ന് കടന്നു ചെല്ലണമേ. പ്രയാസങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലണമേ. കണ്ണുനീരിലേക്കൊന്ന് കടന്നു ചെല്ലണമേ. വഴിയറിയാതെ നിൽക്കുന്ന മക്കൾക്ക് വഴി കാട്ടണമേ. സമാധാനവും സന്തോഷവും കൊണ്ട് അവരുടെ ജീവിതത്തെ ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഏറെ പ്രായമായിട്ട് വിവാഹ തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹം മുടങ്ങിപ്പോകുന്ന അവസ്ഥയിൽ ഭാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ശക്തമായി അമ്മ ഈ മക്കൾക്ക് ഓരോരുത്തർക്കും വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണം. നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവിധം അവരെ യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ. അനുയോജ്യമായ തുണയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, രോഗക്കിടക്കയിലായി പോയ എല്ലാ രോഗികളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരെ സംരക്ഷിക്കുന്നവരെയും പരിചരിക്കുന്നവരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. തളർവാദ രോഗിയെ സുഖപ്പെടുത്തി എൻ്റെ തമ്പുരാനെ, അങ്ങേക്ക് അസാധ്യമായി ഈ ഭൂമിയിൽ ഒന്നുമില്ല തമ്പുരാനെ. നീ മരിച്ചവനെ ഉയർപ്പിച്ചവനാണ് തമ്പുരാനെ. അങ്ങയിലാണ് ഞങ്ങൾ അഭയം പ്രാപിക്കുന്നത്. തകർന്നു പോയെന്ന് ഞങ്ങൾ കരുതുമ്പോൾ ദൈവമേ, അത്ഭുതമായി ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. ജീവിതത്തെ നീ ഏറ്റെടുത്തു കൊള്ളണമേ, വഴി നടത്തണമേ. അങ്ങ് യോജിപ്പിച്ച കുടുംബ ജീവിതത്തിൽ കർത്താവേ, അന്ത്യത്തോളം വിശ്വസ്തയോടും സ്നേഹത്തോടും ജീവിപ്പാൻ ഞങ്ങളെ നീ ഒരുക്കണമേ കർത്താവേ. ഞങ്ങളുടെ ജീവിതങ്ങളെ തകർത്ത് കളയുവാൻ വിട്ടുകൊടുക്കരുതേ. സാത്താന്റെ തന്ത്രങ്ങളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും ദുഷ്ടാരൂപികളിൽ നിന്നും പിറുവിറുപ്പുകളിൽ
പിറുപിറുപ്പുകളിൽ നിന്നും എല്ലാം ഞങ്ങളുടെ ജീവിതത്തെ കാത്തു പൊതിഞ്ഞ് സംരക്ഷിച്ചു കൊള്ളണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ഓർത്ത് ആകുലതയോടെ കണ്ണീരൊഴുക്കുന്ന മാതാപിതാക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞുങ്ങളെല്ലാം ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ. പഠിക്കാൻ ബുദ്ധിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള ബുദ്ധി, ശക്തിയും അറിവും ജ്ഞാനവും കൊടുക്കണമേ. അമിതമായ ഫോണിന്റെ ഉപയോഗം മൂലം സ്വഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഈ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, പരീക്ഷയുടെ സമയങ്ങൾ അടുത്തു വരികയാണല്ലോ. അമ്മേ മാതാവേ, നന്നായി പഠിച്ച് നല്ല വിജയം നേടുവാൻ ഓരോ മക്കളെയും നീ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതത്തെ നീ ഭദ്രമുള്ളതാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളൊന്നും കരുതിയിട്ടില്ല തമ്പുരാനെ, ഞങ്ങൾക്കായി നീ കരുതിക്കൊള്ളണമേ കർത്താവേ. നീ ദാനമായി നൽകിയ മക്കളെ ദൈവവിശ്വാസത്തിൽ വളർത്തുവാൻ ഞങ്ങളെ നീ യോഗ്യതയുള്ളവരും ഒരുക്കമുള്ളവരുമാക്കി മാറ്റണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ വൈദികരെ, സന്യസ്തരെയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും നീ കാത്തു പരിപാലിച്ചു കൊള്ളണമേ കർത്താവേ. അവർക്ക് കാവല സംരക്ഷണവും നൽകണമേ കർത്താവേ. നിന്റെ വഴി പിന്തുടർന്ന് നിനക്ക് വേണ്ടി വേല ചെയ്യുന്ന എല്ലാ മക്കളെയും കാത്തുകൊള്ളണമേ കർത്താവേ. എല്ലാവിധ ദുഷ്ടന്റെ തന്ത്രങ്ങളിൽ നിന്നും, പൈശാചിക ശക്തികളിൽ നിന്നും, ശത്രുവിന്റെ പിടിയിൽ നിന്നും എല്ലാം നീ സംരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മ, അമ്മയുടെ നീല മേലങ്കിക്കുള്ളിൽ നിന്റെ മക്കളെ പൊതിഞ്ഞു പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഹൃദയം നുറുങ്ങി ഞങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗത്തിന്റെ വാതിലൊന്ന് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. അന്ത്യത്തോളം നിന്നെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന മക്കളായിരിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.